വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ NDPC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്വാണ്ട് സെക്ഷൻ ആണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the cost of 2 tables and 3 chairs is 540, while that of 2 tables and 1 chair is 470. What is the cost of 5 chair എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നോക്കാം. ടു ടേബിൾ ആണല്ലോ. ടേബിൾ നമുക്ക് A എന്ന് കൊടുക്കാം. 2 ടേബിൾ ആൻഡ് 3 ചെയർസ് ഈക്വൽ ടു എത്രയാണ്? 540 ആണ്. ഇനി അതുപോലെ തന്നെ 2 ടേബിൾ പ്ലസ് 1 ചെയർ ആണെങ്കിൽ എത്രയാണ്? 470 ആണ്. അപ്പൊ നമുക്കിത് സബ്സ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 2B ഈക്വൽ ടു 70, B ഈക്വൽ ടു 35 എന്ന് കിട്ടും. B ഈക്വൽ ടു എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് 1 ചെയർ അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? കോസ്റ്റ് ഓഫ് 5 ചെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 35 into 5 എത്രയാണ്? 175 എന്ന് കിട്ടുമല്ലോ. അത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. 175 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്നത്. Find the number whose 1/3 part of 6 is 6 more than 1/5 part എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് എക്സ് എന്ന് എടുക്കാം. എക്സിന്റെ 1/3 1/5 എന്ന് പറയുന്നത് ഡിഫറൻസ് 6 ആണെന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് നോക്കുമ്പോ എന്ത് കിട്ടും? 15 into 6 2x ഈക്വൽ ടു എന്ത് കിട്ടും? 90 കിട്ടും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 45 എന്ന് കിട്ടും. ഇവിടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 1/3 പാർട്ട് 6 മോർ ദാൻ 1/5 പാർട്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 1/3 പാർട്ട് ഡിഫറൻസ് 1/5 പാർട്ട് എന്ന് പറയുന്ന ഡിഫറൻസ് 6 ആണ് എഴുതിയിട്ട് ചെയ്താൽ ഇതിന്റെ ആൻസർ 45 എന്ന് കിട്ടും. Sum of two numbers is 32 and one of them exceeds the other by 18 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ sum of two numbers is 32 and one of them exceeds the other by എത്രയാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ find the greater number എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോ ആഡ് ചെയ്യുവാണെങ്കിൽ 2a ഈക്വൽ ടു 50, a ഈക്വൽ ടു എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഗ്രേറ്റർ നമ്പർ ഇവിടെ ഏത് വരും? a ഈക്വൽ ടു 25 എന്ന് തന്നെയാണ്. ഗ്രേറ്റർ നമ്പർ ഈക്വൽ 25 എന്ന് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 32 ആൻഡ് വൺ ഓഫ് ദം എക്സീഡ്സ് ബൈ ദ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 3 ചെയർസ് ആൻഡ് 4 ടേബിൾ കോസ്റ്റ് എന്താണ്? 3 ചെയർസ് ആൻഡ് 2 ടേബിൾ കോസ്റ്റ് 1850. 5 ചെയർസ് ആൻഡ് 3 ടേബിൾസ് കോസ്റ്റ് 2850. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 ചെയറും 2 ടേബിളും ചേർന്നാൽ എത്ര രൂപയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആണല്ലോ. ഇക്വേഷൻ 1നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 3യും ഇതിനെ 2ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇൻറ്റു 3 ചെയ്യുമ്പം 9a പ്ലസ് 6b 185 into 3 ചെയ്യുമ്പോഴത്തേക്ക് 5550 എന്ന് കിട്ടുമല്ലോ. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ 2 ചെയ്യുമ്പോഴോ 10a പ്ലസ് 6b ഈക്വൽ ടു 2850 into 2 5700 എന്നും കിട്ടുമല്ലോ.
5700 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് കുറയ്ക്കുകയാണെങ്കിൽ a ഈക്വൽ ടു 150 എന്ന് കിട്ടും. a ഈക്വൽ ടു 150 എന്ന് കിട്ടും. a എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെയറിന്റെ വിലയാണ് a എന്ന് പറയുന്നത്. എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത്? 2 ചെയർ ആൻഡ് 2 ടേബിൾ. അപ്പൊ ഒരു എയുടെ വാല്യൂ 150 കിട്ടി. അപ്പൊ ഇത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാലോ. 150 ഒരു ഇക്വേഷൻ അതോടെ എയുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് 450 പ്ലസ് 2b ആണ് 1850. ഇപ്പൊ 2b എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1850 മൈനസ് 450 ചെയ്യുമ്പോഴത്തേക്ക് b ഈക്വൽ ടു 700 എന്ന് കിട്ടും. ഹെൻസ് ദ കോസ്റ്റ് ഓഫ് 2 ചെയർ ആൻഡ് 2 ടേബിൾ. 2 ചെയറും 2 ടേബിളും അല്ലേ? 1 ചെയറിന്റെ ഈക്വൽ ടു 50 ആയിരുന്നു. മറ്റേ 2 എണ്ണം 300, ടേബിള് 2 എണ്ണം ആകുമ്പം 1400, ടോട്ടൽ 1700 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. A number is split into 2 parts, such as one part is 14 more than the other and the ratio of the 2 parts is 7:5. Find the number എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇപ്പൊ നമുക്ക് ഒരു നമ്പർ 2 പാർട്ട് ആയിട്ട്, ഒന്നെന്ന് പറയുന്നത് 14 മോർ ദാൻ ദ അതർ, എക്സ് വൈ. അപ്പം എക്സ് പ്ലസ് 14 ആണ് വൈ. അപ്പം ഇത് തമ്മിലുള്ള റേഷ്യോ എന്താണ്? ഒന്നെന്ന് പറയുന്നത് എക്സ്, അടുത്തത് എന്താണ്? ഒന്ന് എക്സ് ആണ്, അടുത്ത ടേം എക്സ് പ്ലസ് 14 ആണ്. അപ്പം എക്സ് പ്ലസ് 14 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ടുണ്ടല്ലോ, 5/7 ആണ്. 7/5 എന്നാണ് റേഷ്യോ തന്നിരിക്കുന്നത്, 7/5. അപ്പം ഇതിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. 5x പ്ലസ് 70 ഈക്വൽ ടു എന്താണ്? 7x ആണ്. 70 ഈക്വൽ ടു 2x, x ഈക്വൽ ടു എന്ത് കിട്ടും? 35 എന്ന്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ആണ്. എന്താണ്? 35 എന്നാണ് കിട്ടുന്നത്. 35 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഈ 1/3 ഓഫ് എ നമ്പർ ഈസ് 6 മോർ ദാൻ ദ അതർ ഇറ്റ്സെൽഫ് ടു ഫൈൻഡ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1/3 ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് 6 മോർ ദാൻ ഇറ്റ്സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ x ഈക്വൽ ടു 3x പ്ലസ് 18 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് മൈനസ് 2x ഈക്വൽ ടു 18 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? -9 എന്ന് ആൻസർ കിട്ടും. If 1/3 of a number is 6 more than 1/3 of a number is 6 more than the number itself. അത് വെച്ചിട്ട് നമ്മൾ എക്സ് വാല്യൂ സോൾവ് ചെയ്തെടുക്കും. അങ്ങനെ എക്സിന്റെ വാല്യൂ ഇവിടെ ഓപ്ഷൻ ഡി -9 എന്ന് ആൻസർ കിട്ടും. An orchid has 5776 എന്താണ്? An orchid has 5776 trees and the arrangement of trees is such that there are as many rows as there are trees in a row. Then the number of rows is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ട്രീസിന്റെ എണ്ണം, നമ്പർ ഓഫ് ട്രീസ് എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുക്കാം. അതിന്റെ നമ്പർ ഓഫ് റോസ് എന്താ പറയുന്നതും എസ് തന്നെയാണ്. ഏതാണിത്? ട്രീയുടെ എണ്ണവും റോസിന്റെ എണ്ണവും എക്സ് ആയിട്ട് തന്നെ എടുത്തു. അപ്പോഴേ എക്സ് ഇൻറ്റു എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? 5776 എന്ന് പറയുന്നത്. റോസും ട്രീസിന്റെ എണ്ണം ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 5776 കിട്ടുന്നു. അപ്പൊ എക്സ് എത്ര കിട്ടുന്നു? 76 ആണ് എടുക്കുന്നത്. അതായത് ഇത് എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് 5776. അപ്പൊ എക്സ് 76 എന്നാണ് റൂട്ട് എടുക്കപ്പെടുന്നതിന് കിട്ടുന്നത്. നമ്പർ ഓഫ് റോസ് എത്ര കിട്ടും? 76 എന്ന് കിട്ടും. What is the sum of squares of the numbers from 3 to 18? Sum of squares ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പേഴ്സ് ഫ്രം 3 to 18. 3 to 18 വരെയുള്ള സം ഓഫ് സ്ക്വയേഴ്സ്. അപ്പൊ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ n ഇൻറ്റു 2n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പം
സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. ഇനി എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 3 to 8. ഇത് എന്ന് വെച്ചാൽ 1 2 ആണ് പറഞ്ഞ ഇക്വേഷൻ ആണ് ഇത്. 1 2 ഉള്ളതാണ്. നമുക്ക് വേണ്ടത് 3 to 18 ആണ്. അപ്പൊ എന്ത് ചെയ്യും നമ്മള് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് അങ്ങനെ 18 സ്ക്വയർ വരെ ഉള്ളതിന്റെ സമ്മ മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എടുത്താല് നമുക്ക് എന്ത് കിട്ടും? 3 സ്ക്വയറിൻ്റെത് കിട്ടും. അതായത് ഈ 3 to 18 വരെ ഉള്ളത് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം 18 വരെ ഉള്ളത് 18 into 2 into 18 36 പ്ലസ് 1 19 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? 18 ഈ ഇതും 3 ആണ് ഇവിടെ വെട്ടിപ്പോകുമ്പോ. അപ്പം 3 into 37 into 19 ആണ് ഇവിടെ സം ഓഫ് കിട്ടുന്നത്. അത് നമുക്ക് എത്ര കിട്ടും? 2109 എന്നാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. മൈനസ് എന്താണ്? ഇത് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 2, 4, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 5 കിട്ടും. അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ 2104 എന്നാണ് ആൻസർ കിട്ടുന്നത്. 2104 എന്നാണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കിട്ടുന്നത്. A 6/11 of the pupil present in a hall sitting in 9/14 of the chair available and the rest are standing. If there are 30 empty chairs, how many people in the hall are standing എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ളത് എടുത്തെഴുതാം. 6/11 of people എന്ത് ചെയ്യുന്നു? സിറ്റിംഗ് ആണ്. 9/14 of the chair available and the rest standing ആണ്. If there are 30 empty chairs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 9/14 ആണല്ലോ ഇരിക്കുന്നത്. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. അപ്പൊ ഈ 5 ആണ് ചെയർ റിമൈനിങ് ആയിട്ടുള്ളത്. അപ്പൊ 30 ആണ് empty. 5 ആണ് 30 എങ്കിൽ 1 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 5 ആണ് 30 എന്നിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 6 എന്ന് കിട്ടുമല്ലോ. അപ്പൊ 9 എത്രയാണ്? 9 14/9 ഫില്ലായിരിക്കുന്നത്. അപ്പൊ 9 ഒരെണ്ണം 6 ആണ്. അപ്പൊ 54 ചെയർസ് ആണ് ഫില്ലായിട്ടുള്ളത്. അപ്പൊ 11/6 എന്ന് പറയുന്നത് 54 ആണ്. എത്രയാണ്? 6/11 ആണല്ലോ. പീപ്പിൾ പ്രസന്റ് ഇൻ എ ഹോൾ ആർ സിറ്റിംഗ് എന്നല്ലേ പറഞ്ഞത്. അപ്പം അത്രയും ഭാഗം എന്ന് പറയുന്നത് 54 ആണ്. — 11/6 ആണ് എന്താ ചെയ്തത്? 6/11 പീപ്പിൾ എന്താ ചെയ്യുന്നത്? സിറ്റിംഗ് ആണ്. ഇത്രയും പീപ്പിൾ സിറ്റിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? 11/5 ആണല്ലോ സ്റ്റാൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് 6ൽ നിന്ന് ബാക്കിയുള്ളത് 5/11 സ്റ്റാൻഡിങ് ആണ്. ഈ 5/11 ആണ് തന്നിരിക്കുന്നത് എന്ത് പറഞ്ഞേക്കുന്നത്? റെസ്റ്റ് ആർ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതെന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 9/14 ഓഫ് ദ ചെയർ അവൈലബിൾ ആൻഡ് ദ റെസ്റ്റ് ആർ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 9/14 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 9/14 ഡിഫറൻസ് 5 ആണ്. 5 ആണ് 30. അപ്പൊ 1 6 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അത് എത്ര കിട്ടുന്നു? 54 ആണെന്ന് കിട്ടുന്നു. ഇവിടെ 6x/11 ആണെന്ന് പറയുന്നത് 54. അപ്പൊ 6x എന്ന് പറയുന്നത് എത്രയാണ്? 6x എന്ന് പറയുന്നത് എത്രയാണ്? 54 into 11 എന്താണ്? x എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 9 x = 99 എന്ന് കിട്ടും. x = 99 പീപ്പിൾ എന്നാണ് ഇവിടെ കിട്ടുന്നത്. 99 പീപ്പിൾ എന്ന് കിട്ടും.
ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് പീപ്പിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഈ 99 ആണ് ഇൻറ്റു 5/11 ആണെന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാൻഡിങ് പീപ്പിൾ ഇപ്പൊ 45 പീപ്പിൾ ആണ് ടോട്ടലില് കിട്ടുന്നത്. 45 പീപ്പിൾ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഡി ആണ് ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 45 പീപ്പിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1/4 of 1/8 of a number is 300. What is the 1/5 of the number? അപ്പൊ എന്താണ് 1/4 of പിന്നെന്താണ് 1/8. അപ്പം ഏതോ ഒരു നമ്പർ ഉണ്ട്, അതിന്റെ 1/4 of 1/8 of നമ്പർ എന്ന് പറയുന്നത് 300 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 9600. ഇത് ചെയ്യുമ്പം 9600 കിട്ടും. 1/5 ഓഫ് ഈ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9600ന്റെ 1/5 എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 1520 എന്ന്. 1520 അല്ല, 1920 ആണ് വെട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നത്. 1920 എന്നാണ് നമുക്ക് വെട്ടിക്കളയുമ്പോൾ കിട്ടുന്നത്. 1920 എന്നാണ് കിട്ടുന്നത്. 2/5 of 1/4 ഇതാണ്. 2/5 of 1/4 of 3/7 of a number x എന്ന് പറഞ്ഞ നമ്പർ equal to 15. What is the half of that number? x/2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എഴുതിയിട്ടേക്കുന്നത്. ഈ ഉത്തരം കൂടെ ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പൊ 1 2 2 2 2 4. അപ്പൊ എന്താണ് 1/5 into 1/2 into 3/7. x ആണ് 15. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ്? 15 into 7 into 2 into 5 divided by 3. അപ്പൊ ഇത് കിട്ടുമ്പോ എത്ര കിട്ടും നമുക്ക്? 175. എക്സ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് എഴുതുമ്പോൾ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 350 ആണ്. പിന്നെ അതിന്റെ ഹാഫ് ഓഫ് ദാറ്റ് നമ്പർ അല്ലേ? ഹാഫ് ഓഫ് ദാറ്റ് നമ്പർ ചോദിക്കുമ്പോൾ 175 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 175 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത, ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈങ് എ നമ്പർ ബൈ 2, രാഹുൽ ഡിവൈഡഡ് ഇറ്റ് ബൈ 2 and got the answer 2. What would be the actual number എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് നമ്പർ എന്ന് പറയുന്ന എക്സ് എന്ന് എടുക്കാം. ഇപ്പം ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈങ് എ നമ്പർ, ഇപ്പം എക്സിനെ എന്ത് ചെയ്യുക? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അപ്പൊ എന്താണ്? 2x മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ 2x കിട്ടിയേനെ. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്ത് ഈ നമ്പറിനെ x/2 ചെയ്തത്. x/2 ചെയ്യുമ്പോ എന്ത് ചെയ്തു? ആൻസർ 2 കിട്ടി. അപ്പം എക്സ് എന്ന് പറയുന്നത് 4 കിട്ടത്തില്ലേ? എക്സ് ഇവിടുന്ന് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് x 4 കിട്ടി. ഇനി എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈങ് എ നമ്പർ ഓഫ് എ ബോയ് 2, രാഹുൽ ഡിവൈഡഡ് ഇറ്റ് ബൈ 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് പറ്റും? ഇവിടെ നമുക്ക് x4 കിട്ടി. ആക്ച്വൽ ആക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈങ് ഇറ്റ് വിത്ത് 2 ആണ്. അതായത് 2 into 4 equal to 8. അതാണ് എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. In a reunion of class 12, out of 45 students, 30 students participate in the function. If all present in the function shake hands with one another, find the total number of handshakes എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് ഷേക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ ഉണ്ട്, n into n minus 1/2. ഇതാണ് ഹാൻഡ് ഷേക്ക്. n into n minus 1/2 ഹാൻഡ് ഷേക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് n into n minus 1/2 എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ n എത്രയാണ്? 30 സ്റ്റുഡൻസ് അല്ലേ? 30 സ്റ്റുഡൻസ് 30 minus 1/2
എത്രയാണ്? 12 ആണ്. ആണ്. n into n minus 1/2 ആണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 435 എന്ന് കിട്ടും. ഇതിലൂടെ വെട്ടിപ്പോവും 15 എന്ന് കിട്ടും. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആൻസർ 435. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Difference of two numbers is 5. Their product is 3365. Find the sum of numbers. When difference എന്ന് പറയുന്നത് എത്രയാണ്? 5. Product എത്രയാണ്? x into y 336. Find the sum of two numbers. Sum of two numbers ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ x minus y തന്നിട്ടുണ്ടല്ലോ, xy 336 തന്നിട്ടുണ്ടല്ലോ. ഇനി x plus y the whole square എന്ന ഇക്വേഷൻ ഇല്ലേ? x square plus y square plus 2xy ആണല്ലോ. x plus y the whole square എന്ന് പറയുന്നത് x plus y the whole square എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1369 കിട്ടും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പൊ x plus y എന്ന് പറയുന്നത് √1369 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 37 x plus y എന്ന് പറഞ്ഞാൽ 37 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. From a cloth of 30 meter long, 2 pieces of each 25 centimeter are cut and sold. How much is left of the margin? length എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30 സെന്റിമീറ്റർ ആണ് മൊത്തത്തിലുള്ളത്. 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ ആണ്. 30 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ആവുന്നത്? 3000 സെന്റിമീറ്റർ ആയി. അപ്പം 225 പീസുകളായിട്ടത്. ഒരു പീസിന് എത്ര രൂപയാന്ന് പറഞ്ഞേ? ഒരു പീസിന് എത്ര? 12 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 2700 സെന്റിമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് ആണ് 2700 എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 2700 എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇത് ലെങ്ത് ഓഫ് റിമൈനിങ് ക്ലോത്ത് കണ്ടുപിടിക്കാലോ. റിമൈനിങ് ക്ലോത്ത് എന്ന് പറയുന്നത് 30 മീറ്റർ 3000 സെന്റിമീറ്റർ ആണ്. അതേ മൈനസ് എന്ത് ചെയ്യുക? 2700 കുറയ്ക്കുമ്പം 300 സെന്റിമീറ്റർ കിട്ടും. അപ്പം എത്ര ലെഫ്റ്റ് ആകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 300 എത്ര പാർട്ട് ലെഫ്റ്റ് ആയിരുന്നതാണ്? ടോട്ടൽ 3300 1/10 ആണ്. എത്രയാണ്? 1/10. 1/10 പാർട്ടാണ് ലെഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. One by 7 of a number is subtracted from the number 30. Result is 30 less than the number. Find the number. Result എന്ന് പറഞ്ഞാൽ 30 less than number ആണ്. അപ്പൊ ഇവിടെ 7x minus x by 7 equal to എത്രയാണ്? x minus 30. 7x minus x equal to 14x equal to 7. 14x equal to ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? 7x minus x by 7 equal to x minus 30. 7x minus x equal to 7x minus 210 എന്ന് കിട്ടും.
അപ്പോൾ ഇവിടെ 210 equal to 7x minus 7x plus x. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ് ഇവിടെ കിട്ടുന്നത്? ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ് ഇവിടെ കിട്ടുന്നത്? ഫൈൻഡ് ദ നമ്പർ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ ഇവിടെ 210 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 210 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് 24, എക്സ് ഇൻറ്റു വൈ എന്താണ്? 222, വെറും 24. സ്ക്വയർ ഈസ് സം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ സം എന്നാണ്. സ്ക്വയർ സം എന്ന് പറയുന്നത് 52 ആണ്. ഫൈൻഡ് ദെയർ സം ആണ്. അപ്പൊ എന്താണ്? എക്സ് ഇൻറ്റു വൈ 24, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? 52 ആണ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എന്താണ്? 2xy ആണ്. ഇവിടെ എന്താണ്? 52 ആണല്ലോ. 52 പ്ലസ് 2 ഇൻറ്റു 24 എത്ര കിട്ടും? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് √100 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. If 10 is subtracted, 10 എന്ത് ചെയ്തു? സബ്സ്ട്രാക്ട് ചെയ്തു. 5 times of a number. അപ്പൊ എന്താണ്? 5 times of a number 10 സബ്സ്ട്രാക്ട് ചെയ്തപ്പം എത്ര കിട്ടി? 4x plus 8 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിന് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 18 എന്ന്. 8 times of a number is added to 4. Result obtained എന്ന് പറയുന്നത് എന്താണ്? സ്മാളസ്റ്റ് 3 digit number 100 ആണ്. 8x equal to എന്ത് കിട്ടും? 96 എന്ന് കിട്ടത്തില്ലേ? എക്സ് എന്ന് പറയുന്നത് 96 എന്ന് പറയുന്നത് 12. എക്സിന്റെ വാല്യൂ ഇവിടെ 12 എന്ന് കിട്ടും. അപ്പൊ ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് വേറെ ഒരു ക്ലാസ് വഴി വീണ്ടും കാണാം.